ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് ലേറ്റായി എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഹോസ്റ്റലിൽ ലീവ് തേച്ച് നമുക്ക് അങ്ങനെ എല്ലാവരും നേരത്തെ എഴുന്നേക്കത്തില്ല. ഇന്നിവിടെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുപോലെ എൻ്റെ ഹോസ്റ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളതെന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് കാണിച്ചു തരാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ബ്യൂട്ടി. നമുക്കൊരു പൊട്ട് തൊടാം. ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. ബ്രേക്കാൻ പോകുമ്പോൾ ആക്ച്വലി ഞാൻ മെസ്സൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ക്ലീനിങ് നടക്കുക, നല്ല ഡീപ്പ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് ഞാൻ ഫുഡ് റൂമിലേക്ക് എടുത്തു. അപ്പം അവിടെ ക്ലീനിങ് ആയതുകൊണ്ട് നമുക്ക് റെക്കോർഡിങ് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടും ഞാൻ ഫുഡ് റൂമിലേക്ക് കൊണ്ടുവന്നു. സാമ്പാറും ഇഡ്ഡലിയുമാണ്. അപ്പം ഞാൻ റീസെൻ്റ്ലി ഫുഡിലേക്ക് ആഡ് ചെയ്തൊരു ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു ഫ്രൂട്ട് കഴിക്കുക എന്നുള്ളത്. അപ്പം അത് ഒരു ആപ്പിൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതും സർപ്രൈസ് ആയിട്ട്. ഐ നെവർ എക്സ്പെക്റ്റഡ്. അവൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ഐ എം സോ ഹാപ്പി. എന്നിട്ട് എനിക്ക് വിഷസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഐ ഷോ യു. ബി ഹാപ്പി ഓൾവേസ്. പിന്നെന്താ ഹാപ്പി ബർത്ത്ഡേ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവൾ തന്നെ എഴുതിയതാണ്. അവളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഗിഫ്റ്റ്. ഫോണിൽ ചാർജ് കുറവാണ്, അപ്പം എടുത്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ സമയം പവർ ബാങ്ക് കണക്ട് ചെയ്തിടാം. എനിക്ക് പേഴ്സണലി ഒറ്റയ്ക്ക് നിൽക്കുന്നൊന്നും ഇഷ്ടമല്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ഫോൺ കളിക്കും. സ്ക്വയർ ഫോൺ എടുത്തിട്ടില്ല വീട്ടിലുള്ളത്. ആപ്പിൾ വെക്കാൻ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ജെന്യുവിൻലി ഞാൻ ഈ ആപ്പിൾ സാമ്പാറിലാണ് വെച്ചത്. നല്ല എരിവുണ്ട്. ചുണ്ടൊക്കെ എരിയുക. നമുക്കൊരു ബുക്ക് വായിച്ചുകൊണ്ട് കഴിക്കാം. ഞാൻ അങ്ങനെ ചെയ്യും. അതായത് എനിക്ക് കഴിക്കുമ്പം നമുക്ക് മെസ്സിൽ ഫോൺ അലൗഡ് അല്ല, അതൊന്നാമത്തെ കാര്യം. ഞാൻ ആരും കാണാതെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. നടന്നില്ല. അവിടെ അവർ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാം. ഈ ബുക്ക് ഞാൻ തിങ്ക് ഞാൻ 2024 വായിക്കാൻ തുടങ്ങിയതാണ്. അന്ന് ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത ഈ ബുക്കായിരുന്നു. ഇതെൻ്റെ ലൈഫിലെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാൻ ഏത് മൊമെൻറ്റിൽ നിൽക്കുമ്പോഴും എന്തെങ്കിലും ഒരു ഡൗൺഫോളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ പുസ്തകം എടുത്തിട്ട് എനിക്ക് തോന്നിയൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അപ്പം എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു കോട്ട് അതിലുണ്ടാവും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുഡ് വൈബ്സ് ഓൺലി വന്നിരിക്കുന്ന പേജാണ്. വായിക്കാം കേട്ടോ. അപ്പോൾ വായിച്ചുകൊണ്ട് കഴിക്കാം. എനിക്ക് ഞാൻ ഈ വായിക്കുന്നതൊക്കെ നിങ്ങൾക്കും പറഞ്ഞു തരണം എന്നുണ്ട്. കാരണം ഭയങ്കര നല്ല വേർഡ്സാണേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മോട്ടിവേഷൻ. അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. ഈ മൂഡ് വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം കേട്ടോ. സോ ആപ്പിൾ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. ഹോട്ട് വാട്ടർ. അമ്മേ നല്ല എരിവുണ്ട്. ഞാൻ ഇതിൽ എത്ര ഇഡ്ഡലി കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഞാൻ നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ്. നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പം ഡയറ്റിലാണ്. ഡയറ്റ് എൻ്റെ കൈയൊക്കെ കണ്ടോ? അതറിയില്ലേ? ഇതൊക്കെ കുറക്കണം. ബോഡി ഇച്ചിരി ഫിറ്റ് മീൻസ് മെലിഞ്ഞിട്ടുണ്ട്. ബാക്കി വെയിറ്റ് കൂടെ കുറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. മേ ബി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ ഡയറക്റ്റ് കഴിക്കുന്ന സമയത്ത് വിതൗട്ട് കുക്കിംഗ് ആണ് കഴിക്കുന്ന സമയത്ത് നമുക്ക് വയറ്റിൽ അങ്ങനെ ഒരു ഹെവി ഫീലൊന്നും തോന്നില്ല. പക്ഷേ
ഈ കുക്ക്ഡ് മീൽ കഴിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുക. ഐ ഡോണ്ട് നോ വൈ. നല്ലൊരുണ്ട്. നല്ലൊരുണ്ട്. അപ്പം ഫുഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് കഴിച്ചു. ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുക. ഞാൻ ഈ പാത്രമൊക്കെ കഴുകി എല്ലാം വെച്ചിട്ട് തിരിച്ചു വരാം. എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഒരു പെന്നും ബുക്കും എടുക്കും. എന്നിട്ട് ഇങ്ങനെ ടേബിളിൽ വന്നിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഡേ കംപ്ലീറ്റ് പ്ലാൻ ചെയ്യും. അതാണ് എൻ്റെ ആക്ച്വലി ഒരു ഡേ എങ്ങനെ ഉള്ളത്. അപ്പം ഇന്നെനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഞാനിങ്ങനെ ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെക്കും. എന്നിട്ട് അത് ചെയ്തോ ഇല്ലയോ എന്ന് ലാസ്റ്റ് ചെക്ക് ചെയ്യും. ഇതാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ പ്ലാൻ ചെയ്യാം. അപ്പം ഇന്നത്തെ എൻ്റെ ഡേയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് 3 ലിറ്റർ വാട്ടർ കുടിക്കണം എന്നാണ്. അപ്പം അത് അച്ചീവ് ചെയ്യോ ഇല്ലയോ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഒരു ബുക്കിലെ ഒരു പേജ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ റീഡിംഗ് ആണ്. പിന്നെ എനിക്ക് ആഗ്രഹമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളായതുകൊണ്ട് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഒരമ്മ അവരെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മോളെ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ട്, ബിബിത. അപ്പം ബിബിതയ്ക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഡ്രസ് ഷോപ്പിങ്ങിന് ഞാൻ പറ്റുവാണെങ്കിൽ ഇന്ന് ഈവനിങ്ങിൽ ടൗണിൽ പോയിട്ട് അവർക്കൊരു സാരി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം. ഗിവ് അവേ ഒന്നുമില്ല. അപ്പം ഷോപ്പിംഗ് ആണ് നമ്മുടെ തേർഡ്. നടക്കുമോ അറിയില്ല, കാരണം ഞാൻ ചിലപ്പം നാളെ തിരിച്ച് വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പം ഒരു ഷോപ്പിംഗ് ലിസ്റ്റിൽ പ്ലാൻ ഉണ്ട്. അപ്പോൾ തന്നെ സമയം കുറേ ലേറ്റായി, എന്നാലും നോക്കാം. അപ്പം അതുപോലെ ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഗിവ് അവേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടും. ആ ഗിവ് അവേയിൽ നമ്മുടെ സ്കൂളിൽ പോകേണ്ട സ്കൂൾ ഗോയിങ് ഐറ്റംസ് ആണ്. ബാഗ്, ബുക്സ്, പിന്നെ ഈ ആക്സസറീസ്, പിന്നെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ്. അത് ഞാൻ പർച്ചേസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ആക്ച്വലി ഇപ്പം ഞാൻ ആ ഒരു ബുക്ക്, ബാഗ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് കൊണ്ട് ഞാൻ തരണം, അതിൻ്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അതായത് എനിക്കൊരാളെ ഹെൽപ്പ് ചെയ്യണം. 1-2 ആൾക്കാരെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ബുക്സ്, ബാഗ്സ് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടിലുള്ള കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. അതായത് സാധനങ്ങളൊക്കെ വാങ്ങിത്തരും, എന്നിട്ട് അയച്ചു തരും. അപ്പം നിങ്ങൾ ജെന്യുവൻലി അതിനെ ആഗ്രഹിക്കുന്നതാണോ? അപ്പം എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടത് കുട്ടികളാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹെൽപ്പ് ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിലാവാൻ ആഗ്രഹം, നിങ്ങൾ പഠിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് കാര്യം കിട്ടുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം. അതായത് കമൻറ്റ് അല്ല, വീഡിയോനടിയിൽ ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് ഒരു ലവോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ഇട്ടാൽ മതി. പക്ഷേ പേഴ്സണലി മെസ്സേജ് അയക്കണം. എനിക്ക് നിങ്ങളുടെ സ്റ്റോറി പുറത്താരെ അറിയിക്കാൻ താല്പര്യമില്ല. സോ നിങ്ങളുടെ പേഴ്സണലി നിങ്ങളൊരു എനിക്ക് വേണമായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല, എൻ്റെ ഫാമിലിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാൻ വിഷമമുണ്ട്, എൻ്റെ ഫാമിലി ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് എന്നെ നോക്കുന്നതെന്ന് എനിക്കറിയാം, സോ എനിക്കും പുതിയൊരു ബാഗ് വാങ്ങണം അല്ലെങ്കിൽ പുതിയൊരു കുട വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പഴയത് കൊണ്ട് പൊക്കോളാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതുപോലെ ഒട്ടും ഇല്ലാത്ത അവസ്ഥയിൽ കീറിയത് അങ്ങനെയൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവാം. സോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഐ മീൻ ഒരു ഗിവ് അവേ പോലെ. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ ചെറുതായിട്ട് നിങ്ങളുടെ ഒരു സ്റ്റോറിയും പിന്നെ നിങ്ങൾ പഠിച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നതെന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്ക് ഞാൻ 1-2 ആൾക്കാർക്ക് 2 അതിലധികവും ഈവൻ ഇഫ് യു ആർ ഡിസേർവിങ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗിവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും കൂടെ ഇന്നുണ്ടാവും. അതിൻ്റെ ഒരു വ്ളോഗ് വേറെ തന്നെ ഇടാം.
ഓക്കെ. സോ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിലാട്ടോ മെസ്സേജ് അയക്കേണ്ടത്. ഈ യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് എല്ലാവരും കാണും. അത് വേണ്ട, ഞാൻ മാത്രം കണ്ടാൽ മതി. ഓക്കെ. സോ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, പഠിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്, അതാണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നതിൽ ഞാൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിത്തരാൻ ആരുമില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലീനെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹമില്ല, എന്നാൽ എനിക്ക് വേണമെന്നുണ്ട്, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ഗിവ് അവേ കോൺടെസ്റ്റിൽ പങ്കെടുക്കാം. ഓക്കെ. അതുകൊണ്ട് ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗിവ് അവേക്ക് വേണ്ടിയിട്ട്. സ്റ്റഡിങ് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. സോ സ്റ്റഡിങ് ഉണ്ട്. എൻ്റെ ഡെസ്ക് മെസ്സായിട്ട് കിടക്കും, അപ്പം ഡെസ്ക് ക്ലീനിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മതി. കുളിക്കണം എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളൊരു ലേറ്റ് ആയില്ല എഴുന്നേക്കാൻ. അപ്പം വെയിൽ വന്നാൽ പിന്നെ വർക്കൗട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നല്ല, എനിക്കിഷ്ടമല്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ മതി. അപ്പോൾ 5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 3 ലിറ്റർ വെള്ളം കുടിക്കുക, റീഡിങ് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, സ്റ്റഡിങ് ഉണ്ട്, ഡെസ്ക് ക്ലീനിങ് ഉണ്ട്. സ്റ്റഡിങ്ങിന് ഞാൻ സെപ്പറേറ്റ് പ്ലാൻ ഉണ്ടാക്കും. അത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെസ്ക് ക്ലീനിങ് ചെയ്യാം. ഓക്കെ. സമയം കുറേ ലേറ്റായി. ഫുഡ് കഴിക്കുന്ന ടൈമാണ്. ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ ഫുഡ് അധികം കഴിക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ 1 ഗ്ലാസ് മോരെടുത്തിട്ടുണ്ട്. മോര് കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഉച്ചക്കത്തെ ലഞ്ചിന് പകരം ഞാൻ മോരാണ് കഴിക്കുന്നത്. മോര് കുടിച്ചുകൊണ്ട് പഠിക്കലല്ല, ആക്ച്വലി ഒരു പ്ലാൻ ഉണ്ടാക്കലാണ്. ഇതിൽ ഡെസ്ക് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്തു. പിന്നെ റീഡിംഗ് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, സ്റ്റഡിങ് ഉണ്ട്. സ്റ്റഡിങ്ങും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റഡിങ്ങിനും ടിക്ക് ചെയ്യാം. സ്റ്റഡിങ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 3 ലിറ്റർ വാട്ടറിൽ ഞാനിപ്പോൾ 1 ലിറ്റർ കവർ ചെയ്യാറായിട്ടുണ്ട്. 2 ലിറ്റർ കൂടെ കുടിക്കണം. അത് നമുക്ക് രാത്രി കൊണ്ട് കുടിച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ റീഡിങ്ങും ഷോപ്പിങ്ങിൻ്റെ കാര്യം കൺഫേം അല്ല, കാരണം എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം പോകാനായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ ഒരു മഴയുടെ കോളും കാണുന്നുണ്ട്. ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട്, അപ്പം എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നില്ല. സോ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശന്നു, നമുക്കൊരു പഴം കഴിക്കാം. ഗിവ് അവേ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകാമെന്ന് ഓർത്തു. പക്ഷെ ഒരു കുഴപ്പമില്ല, എനിക്ക് വീഡിയോ എടുത്ത് തരാനാരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അതെങ്ങനെ പ്ലാൻ ചെയ്യും, എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഞാൻ ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആരെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് നടക്കും. പക്ഷെ ഇന്ന് തിരിച്ച് വീട്ടിൽ പോക്ക് നടക്കില്ല. എന്തായാലും വരണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ പോവാം. നോക്കട്ടെ. ആക്ച്വലി ഐ എം കൺഫ്യൂസ്ഡ്. എന്ത് ചെയ്യും? നിങ്ങൾക്കൊക്കെ ഇതുപോലെ കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കമൻറ്റ് ചെയ്യലോ. ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടാണ്.
ഇവിടെ ഇരിക്കാനൊരു സീറ്റുണ്ട്. അയ്യോ അവിടെ വെള്ളമാണ്, അത് നമുക്ക് അവിടെ ഇരിക്കാം. എന്തെങ്കിലും കഴിച്ചു നോക്കാം. കൊതിക്ക് ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പം ഒരു കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 വയസ്സുള്ള കുഞ്ഞു മോളാണ്. അത് ഭക്ഷണം കഴിക്കുന്നതാണ്. എന്ത് രസമായി നമ്മുടെ വാഫിൾസ് ഒക്കെ കഴിക്കുന്നതാണ്. നമ്മൾ വാഫിൾ എടുക്കുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് കടിക്കുമ്പോഴേ ആ കുഞ്ഞുവാവ വെർട്ടിക്കലായിട്ടായിരുന്നു കഴിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കാണാനും. നല്ല രസമുള്ള ഒരു കുഞ്ഞുവാവ, കുഞ്ഞു മോള്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിച്ചു തരാം. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ജീവി സൗണ്ട് ഉണ്ടാക്കി, എന്നിട്ട് അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയാൽ അത് നിർത്തും. കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ആ സൗണ്ട് എപ്പോഴാണ് വരികയെന്ന് എനിക്കറിയില്ല. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഉണ്ടായിരുന്നു, നേരത്തെ വോയിസിലത് കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുക ചെയ്തത്. ഇപ്പോൾ അവർ വെച്ചേക്കണ്ട, ഉച്ച വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വരും വെച്ചു. സൗണ്ട് കേൾക്കുന്നില്ലേ? നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ബ്രഷിനാക്കും. തിരിഞ്ഞു നോക്കി വെച്ചോ. നല്ല സൗണ്ട് ഉണ്ട്. ഇത് എന്ത് ജീവിയാന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ തുടങ്ങും. സ്റ്റോപ്പ് ചെയ്തു. ഇതാ അവസ്ഥ. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം. കുളിക്കണം, മാറ്റണം, ഒത്തിരി പണിയുണ്ട്. ഇതാണ് LH വരുന്ന വഴി. അവിടെ ഫുള്ള് കാണിക്കാൻ പറ്റുമോ അറിയില്ല, കാരണം റെസ്ട്രിക്ഷൻ ഉണ്ടാവുമായിരിക്കും. ഉള്ളത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ലൊരു ഫുൾ സൈസ് മിറർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെസ് ഹാള്. ഇവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി കുളിക്കാൻ പോവാണ്. കുളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടൊരു വെറ്റ് ടിഷ്യൂ എടുക്കുക, റിമൂവ് ചെയ്യുക. അങ്ങനെ മേക്കപ്പ് ഒന്നുമില്ല. ഹലോ, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഈ കുഞ്ഞു ക്ലിപ്പ് ചെയ്യാം. മുടി ഉണങ്ങുന്നത് വരെ ഒരു കുഞ്ഞു ക്ലിപ്പ്, മുടി ഉണങ്ങി കഴിഞ്ഞാൽ വലിയ ക്ലിപ്പ്. ഓക്കെ ഓക്കെ ഐ തിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോസസ്സും കൂടെ ഉണ്ട്. ഇത് കേരളത്തിൽ സുലഭമാണെന്ന് വിചാരിക്കുന്നു. അതായത് കുളി കഴിഞ്ഞാൽ കുറി തൊടുക. ഇപ്പോഴാണ് കുളിച്ച് സുന്ദരി കുട്ടിയായത്. പഠിക്കാം. ഞാൻ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് ശരിക്കും ടയർഡായി. പുസ്തകമുണ്ട്, ചിക്കൻ സൂപ്പ്, അത് വായിച്ചിട്ട് ഉറങ്ങും. ഇതാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നു. ഡിന്നർ കഴിച്ചു. നമുക്കിവിടെ 7:45 അങ്ങനെയാണ് ഡിന്നർ വരുന്നത്. അത് കഴിച്ചു. ഇനി ഈ ബുക്കും വായിച്ച് കിടന്നുറങ്ങണം. അപ്പം നമ്മുടെ ഇന്നത്തെ
ടാസ്ക് ആയിട്ടുള്ള 3 ലിറ്റർ വാട്ടർ നടന്നിട്ടില്ല. പിന്നെ ഷോപ്പിങ്ങും നടന്നിട്ടില്ല, കാരണം മഴയും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഈ നമ്മുടെ വെതറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി കിടന്നുറങ്ങുക, ഇത് വായിച്ചുകൊണ്ട് കിടന്നുറങ്ങും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.